ഹായ് ഓൾ, വെൽക്കം ടു അമേസ് അക്കാഡമി. നമ്മളിന്ന് നിമി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മുടെ വരാൻ പോകുന്ന LSTD ഗ്രേഡ് 3 എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലോട്ട് കടക്കാം. ഇന്നിപ്പോൾ നോക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ത്രൂ നമ്മൾ ആ ഒരു ടോപ്പിക്കിലൂടെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുന്ന രീതിക്കായിരിക്കും പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ. അപ്പോൾ നമ്മൾ വാള് നെക്സ്റ്റ് ഡേക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ടെർമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഫാഷനിലായിരിക്കും നമ്മൾ വെച്ചിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ. ഇപ്പോൾ സ്റ്റെപ്ഡ് മാനറിലാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഓപ്ഷനിൽ റാക്കിംഗ് ബാക്ക്, ടൂത്തിങ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്ഡ് ഫാഷൻ എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ റാക്കിംഗ് ബാക്ക് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അറേഞ്ച്മെൻ്റ് എന്നുകൂടെ നോക്കാം. റാക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ നെക്സ്റ്റ് ഡേക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ക്യാരി ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്ഡ് മാനറിലാണ് വർക്ക് നമ്മൾ എൻഡ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാഷൻ, ദാറ്റ് ഈസ് നോൺ എസ് റാക്കിംഗ് ബാക്ക്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടൂത്തിങ്? റാക്കിംഗ് ബാക്കിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്ന ഒരാളാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടൂത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് എ വാൾ ഇൻ സച്ച് എ വേ ദാറ്റ് ദ എൻഡ് ആർ പ്രൊജക്ട് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ അഡിക്വേറ്റ് ബോണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊരു ബോണ്ട് കിട്ടാനായിട്ട് ഈ ഫിഗറിൽ കാണുന്നത് പോലെ എൻഡ് പോർഷൻസ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ടൂത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസിനെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന രീതിക്ക് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൂത്തിങ് എന്ന് പറയും. അതേസമയം സ്റ്റെപ്ഡ് മാനറിലാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റാക്കിംഗ് ബാക്ക് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ട്രയാങ്കുലർ പോർഷൻ ഓഫ് എ ഹാഫ് വിഡ്ത്ത് വിത്ത് ഫുൾ ലെങ്ത് ഈസ് കട്ട് ടു ഒബ്റ്റെയിൻ. നമ്മുടെ ബ്രിക്കിൽ നിന്ന് ഫെമിലിയർ ആയിട്ടുള്ള നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ബിവൽഡ് ക്ലോസർ, മിറ്റഡ് ക്ലോസർ, ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസർ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ക്ലോസർ എന്ന് നമ്മുടെ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് വരണം അല്ലേ. ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത്തിന് പാരലായിട്ട് വിഡ്ത്തിന് എക്രോസ് ആയിട്ട് നമ്മളൊരു ബ്രിക്കിനെ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസേഴ്സ് കൊടുക്കുന്നത്. ഇവിടെ നോക്കിയോളാം, ട്രയാങ്കുലർ പോർഷൻ ഹാഫ് വിഡ്ത്ത് വിത്ത് ഫുൾ ലെങ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിവൽഡ് ക്ലോസർ, മിറ്റഡ് ക്ലോസർ, ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസർ, 4 ടൈപ്പിലെ ക്ലോസേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബിവൽഡ് ക്ലോസർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു ക്ലോസേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ക്യൂൻ ക്ലോസർ. ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ബ്രിക്കിൻ്റെ വിഡ്ത്ത് പോർഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഹാഫ് എക്രോസ് ദ വിഡ്ത്ത് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. ലെങ്ത്തിന് നേരെ പാരലായിട്ട് കട്ട് ചെയ്യുന്ന ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നതായിരിക്കും നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ക്യൂൻ ക്ലോസറിൻ്റെ ക്വാർട്ടർ പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കിങ് ക്ലോസർ. അപ്പോൾ കിങ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ദ വിഡ്ത്തിലും ഹാഫ് ദ ലെങ്ത്തിലും കട്ട് ചെയ്തെടുക്കുന്ന ക്ലോസേഴ്സിനെ പറയുന്ന പേരാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളാം, ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിഡ്ത്തിന് എക്രോസ് ആയിട്ട് ലെങ്ത്തിന് പാരലായിട്ട് 2 ഹാഫായിട്ട് ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ദ വിഡ്ത്ത് ഹാഫ് ദ ലെങ്ത് ആയിരിക്കും. അത് കറക്റ്റായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ബിവൽഡ് ക്ലോസർ. ബിവൽഡ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ദ വിഡ്ത്ത് അതിൻ്റെ ഫുൾ ലെങ്ത്ത്, വിഡ്ത്തിൻ്റെ ഈ ഹാഫ് പോർഷനും ലെങ്ത്തിൻ്റെ ഫുള്ളുമാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫിഗർ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ക്യൂൻ ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും ക്യൂൻ ക്ലോസർ കൊടുക്കുന്നത്. അതേസമയം കിങ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ദ വിഡ്ത്ത് ഹാഫ് ദ ലെങ്ത്, ഈ പോർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് പോകുന്നത്. അടുത്ത് പറയുന്നത് ബിവൽഡ് ക്ലോസർ ആണ്. ബിവൽഡ് ക്ലോസർ വരുമ്പോഴത്തേക്കും വിഡ്ത്തിൻ്റെ ഹാഫ് പോർഷനും ലെങ്ത്തിൻ്റെ ഫുൾ പോർഷനുമായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇത്രയും പോർഷനായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. നെക്സ്റ്റ് വൺ, മിറ്റഡ് ക്ലോസർ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് മിറ്റഡ് ക്ലോസർ. അപ്പോൾ ഈ മിറ്റഡ് ക്ലോസറിൻ്റെ ഫിഗറിൽ നോക്കുമ്പോഴത്തേക്കും ഫുൾ വിഡ്ത്ത് എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് 45 to 60 ഡിഗ്രി ഇൻക്ലിനേഷൻ അത് വരുന്ന രീതിക്ക് നമ്മൾ ലെങ്ത് പോർഷനിൽ ജോയിൻ ചെയ്തിട്ടായിരിക്കും ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് മിറ്റഡ് ക്ലോസർ എന്ന് പറയുന്നത്. മിറ്റർ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്നായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് വരുന്നത്.
ലെങ്ത് പോർഷനിൽ 45 to 60 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും ആ പോർഷനായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. വിഡ്ത്തിൻ്റെ ഫുൾ പോർഷൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹാഫ് ദ വിഡ്ത്തിൽ ഫുൾ ലെങ്ത് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിവൽഡ് ക്ലോസറാണ്. ഈ ക്ലോസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഈസ് നോൺ എസ്. നമുക്കറിയാം ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ബോണ്ടുകളാണ് നമ്മൾ ബ്രിക്ക് മേസണറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് ബോണ്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ബോണ്ടായിരിക്കും? നമ്മുടെ ആൻസർ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്, ഡയഗണൽ ബോണ്ട്, 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ബോണ്ടാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് കോഴ്സസിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെമിഷ് ബോണ്ടായിരിക്കും. അതേസമയം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ബോണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഓർമ്മിച്ചോളുക, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് കോഴ്സസിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെമിഷ് ബോണ്ടായിരിക്കും. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഓർമ്മിക്കുക. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്ട്രക്ചർ ബോണ്ട് നമുക്കറിയാം, സ്ട്രക്ചർ കോഴ്സ് നമുക്ക് ഫേസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വാളിൻ്റെ ഫേസിൽ സ്ട്രക്ചർ കോഴ്സ് മാത്രമായിട്ടാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയാം. ലോങ്ങസ്റ്റ് ബോണ്ടെന്നും റണ്ണിങ് ബോണ്ടെന്നൊക്കെയാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ കോഴ്സ് മാത്രമായിട്ട് നമ്മൾ ലേ ചെയ്യുന്ന ആ ഒരു ബ്രിക്ക് മേസണറിക്ക് തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് ആയിട്ടുള്ള തിക്നെസ് വാൾ ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ ബോണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് ഹാഫ് ബാറ്റുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ബാറ്റ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഒരു ബ്രിക്കിനെ അതിൻ്റെ ലെങ്ത്തിന് എക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്റ് എന്ന് പറയും. അതേസമയം അതിൻ്റെ വിഡ്ത്തിന് എക്രോസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ക്ലോസർ എന്ന് പറയും. ക്ലോസർ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളതേ ഉള്ളൂ. ഇനി നോക്കിയോളാം. നെക്സ്റ്റ് വൺ ഹെഡർ ബോണ്ടാണ്. ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വാൾ ഫേസുകളിൽ നമുക്ക് ഹെഡേഴ്സ് ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഹെഡർ ഫേസുകൾ കാണുന്ന ബോണ്ടാണ് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 1 ബ്രിക്ക് തിക്കായിട്ടുള്ള വാളുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഹെഡർ ബോണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3/4 ബ്രിക്ക് ബാറ്റുകളായിരിക്കും ഹെഡർ ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് ബോണ്ടാണ്. ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കോഴ്സ് ഫുള്ള് ഹെഡേഴ്സ് ആണെങ്കിൽ അടുത്ത ലെയറിലെ കോഴ്സ് മൊത്തം സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അടുത്ത കോഴ്സിൽ വീണ്ടും ഹെഡർ ആയിരിക്കും, വീണ്ടും അടുത്ത കോഴ്സിൽ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും? സ്ട്രക്ചർ ആയിരിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആയിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ, അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ടാണ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലെയ്ഡ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സസുകളിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യൂൻ ക്ലോസേഴ്സ് ആയിരിക്കും ഓരോ ക്യൂൻ ഹെഡറിൻ്റെ തൊട്ടടുത്തായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് എന്ന് അറിയപ്പെടുന്നതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടാണ്. അപ്പോൾ ഓൾ വാൾ തിക്നെസ്സുകളിൽ നമുക്ക് എല്ലാ ടൈപ്പിലുള്ള വാൾ തിക്നെസ്സുകളിലും സ്യൂട്ടബിൾ ആവുന്ന ഒരു ബോണ്ട് കൂടെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലെമിഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് നമുക്കറിയാവുന്നതാണ്. ഈച്ച് കോഴ്സസിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെഡേഴ്സും സ്ട്രക്ചേഴ്സുമാണ്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഇതൊരു സ്ട്രക്ചർ ഇരിക്കുകയാണ്, തൊട്ടടുത്തായിട്ടൊരു ഹെഡർ, വീണ്ടും സ്ട്രക്ചർ, വീണ്ടും ഹെഡർ. അപ്പോൾ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഹെഡേഴ്സും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എസ്തെറ്റിക്കലി ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. അതേസമയം എസ്തെറ്റിക്കലി ഒരു ഗുഡ് ലുക്കിംഗ് കൊടുക്കുന്ന ഒരു ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെമിഷ് ബോണ്ടിൽ ക്യൂൻ ക്ലോസേഴ്സ് ആയിരിക്കും ക്യൂൻ ഹെഡറിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ബോണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂൻ ക്ലോസേഴ്സ് ആണ് ക്യൂൻ ഹെഡേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കിയോളാം, ഈ ഒരു ബോണ്ടിനെ തന്നെ നമ്മൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടെന്നും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിക്ക് മേസണറി ചെയ്യുമ്പോഴത്തേക്കും അതിന് ഫ്രണ്ട് ഫേസിൽ ഫ്ലെമിഷ് ബോണ്ടും ബാക്ക് ഫേസിൽ ഇംഗ്ലീഷ് ബോണ്ടും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കതിനെ പറയാവുന്ന പേരാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1.5 ബ്രിക്ക് തിക്കായിരിക്കും ഈ ഒരു സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസിങ് പോർഷൻ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ഫ്ലെമിഷ് ബോണ്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്.
ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫേസിങ്ങും ബാക്കിങ്ങും രണ്ട് പോർഷനിൽ നമുക്ക് എന്തായിരിക്കും ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് നമുക്ക് അവിടെ വയ്ക്കേണ്ടതിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ മിനിമം വാൾ തിക്നെസ് കൊടുക്കുന്ന 1 ബ്രിക്ക് തിക്കായിരിക്കും. അപ്പോൾ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് വന്നു കഴിഞ്ഞാൽ 1.5 ബ്രിക്ക് തിക്കും, അതേസമയം ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് വന്നു കഴിഞ്ഞാൽ 1 ബ്രിക്ക് തിക്കും ആയിരിക്കും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡ്രസ്സിംഗ് ദ കട്ട് സർഫസ് ആൻഡ് കട്ടിംഗ് ദ സോഫ്റ്റ് ബ്രിക്ക്. നമുക്ക് ബ്രിക്കിൻ്റെ സർഫസ് എല്ലാം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സിങ് മീൻസ് എന്താണ്, അതിനെ ഷേപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സോഫ്റ്റ് ബ്രിക്കുകളുടെ സർഫസ് ഫിനിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിക്ക് ഹാമർ, ട്രവൽ, ബോൾസ്റ്റർ, സ്കച്ച്. അപ്പോൾ സോഫ്റ്റ് ബ്രിക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്കച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്കച്ചാണ് സോഫ്റ്റ് ബ്രിക്കുകളെ ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടൂൾസ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഫസ്റ്റ് വൺ ട്രവൽ. നമുക്കറിയാം ബ്രിക്ക് മേസണിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാതെ ഏറ്റവും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രവൽസ്. നമുക്ക് സിമൻറ്റ് മോട്ടർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രവൽസ് എന്ന് പറയുന്നത്. പ്ലം ബോബ്, വാളിൻ്റെ വെർട്ടിക്കാലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ് എന്ന് പറയുന്നത്. പ്ലം ബോബ് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ്. നെക്സ്റ്റ് വൺ സ്പിരിറ്റ് ലെവൽ. സ്പിരിറ്റ് ലെവൽ ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോറിൻ്റെയും റൂഫിൻ്റെയൊക്കെ നമ്മൾ ഈ ഒരു മേസണറി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടാലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പിരിറ്റ് ലെവൽ. നെക്സ്റ്റ് വൺ സ്ക്വയർ. ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾഡ് സെക്ഷൻ ഫോർ ചെക്കിംഗ് ദ പെർപെൻഡിക്കുലാരിറ്റി. നമ്മുടെ പെർപെൻഡിക്കുലർ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആംഗിൾ സെക്ഷൻ കോർണറൊക്കെ തിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കാം, ലൈൻ ആൻഡ് പിൻസ്. ലൈൻ ആൻഡ് പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേസണറി വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രിക്ക് ലേ ചെയ്തിട്ടുള്ളത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈൻ ആൻഡ് പിൻസ്. ബോൾസ്റ്റർ, ബ്രിക്കിനെ ഒരു സ്റ്റീൽ ചിസൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൾസ്റ്റർ എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ബ്രിക്കിനെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൾസ്റ്റർ. അത്യാവശ്യം നല്ല ആ ഒരു ബ്ലേഡ് കുറച്ച് വിട്ട് കൂടി വരുന്നതാണ് ബോൾസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രിക്ക് ഹാമർ. ബ്രിക്കിനെ നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാറ്റും ക്ലോസറും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫുൾ ബ്രിക്കിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രിക്ക് ഹാമർ. ലാസ്റ്റ് വണ്ണാണ് നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ച സ്കച്ച്. സോഫ്റ്റ് ബ്രിക്കുകളെ ഒന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സ്കച്ച് എന്ന് പറയുന്നത്. ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡ്രസ്സിംഗ് ദ കട്ട് സർഫസ് ആൻഡ് കട്ടിംഗ് ദ സോഫ്റ്റ് ബ്രിക്ക്. സോഫ്റ്റ് ബ്രിക്കുകളെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സ്കച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ നമ്മുടെ കേസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദ ടൈപ്പ് ഓഫ് എ കേസൺ ഓപ്പൺ അറ്റ് ബോട്ടം ആൻഡ് ക്ലോസ്ഡ് അറ്റ് ടോപ്പ്. അപ്പോൾ നമ്മൾ എന്താണ് കേസൺ എന്ന് അറിയണം അല്ലേ? കേസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പെർമനൻറ്റ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ഒരു വെറ്റ് ആയിട്ടുള്ള ഏരിയയിൽ, വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് എന്ത് ചെയ്യണം, അതിനെ അവിടെ നിന്ന് വെള്ളം മാറ്റിയിട്ട് ഡ്രൈ ഏരിയയ്ക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ ഡ്രൈ ഏരിയയ്ക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് കേസൺ എന്ന് പറയുന്നത്. അപ്പോൾ കേസണും കോഫർ ഡാമും ഏകദേശം സിമിലർ ആയിട്ട് വരുന്നതാണ്. കോഫർ ഡാം നമ്മളൊരു ടെമ്പററി ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അത് നമുക്ക് വാട്ടറിനെ എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ കേസൺ എന്ന് പറയുമ്പോഴത്തേക്കും വർക്ക് കഴിയുമ്പോഴത്തേക്കും അത് സ്ട്രക്ചറിൻ്റെ പാർട്ടായിട്ട് മാറി വരുന്ന ടൈപ്പിലുള്ള ഒരു വാട്ടർ എക്സ്ക്ലൂഡിങ് സ്ട്രക്ചറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് എ കേസൺ ഈസ് ഓപ്പൺ അറ്റ് ബോട്ടം ആൻഡ് ക്ലോസ്ഡ് അറ്റ് ടോപ്പ്. ബോട്ടം പോർഷൻ ഓപ്പണും ടോപ്പ് പോർഷൻ ക്ലോസ്ഡും ആയിട്ടുള്ള കേസൺ ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോക്സ് കേസൺ, ന്യൂമാറ്റിക് കേസൺ, ബോക്സ് കേസൺ, ന്യൂമാറ്റിക് കേസൺ, വെൽ കേസൺ ആൻഡ് സാൻഡ് കേസൺ. അപ്പോൾ 4 ടൈപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ന്യൂമാറ്റിക് കേസണാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കേസിനോട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ കേസിൻ്റെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. വാട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടറി ആയിട്ടുള്ള വാട്ടർ ബൗണ്ട് ഏരിയയിൽ നമുക്ക് ആ ഒരു ഏരിയ ഡ്രൈ ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കേസൺസ് എന്ന് പറയുന്നത്. കേസൺ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വെള്ളത്തിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്തോട്ട് കളയാനായിട്ട് പറ്റും. അപ്പോൾ ബോക്സ് കേസൺ ഉണ്ട്, വെൽ കേസൺ ഉണ്ട്, ന്യൂമാറ്റിക് കേസൺ ഉണ്ട്. ബോക്സ് കേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ദേ ആർ ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബോട്ടം. ദേ ആർ ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബോട്ടം. ദാറ്റ് മീൻസ് ഒരു ബോക്സ് പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബോക്സ് കേസൺ ആയിരിക്കും. ഇനി നോക്കിയുള്ള വെൽ കേസൺ. ദേ ആർ ഓപ്പൺ ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം. 2 ഭാഗത്തും എങ്ങനെയായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്,
വെൽ കേസൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ന്യൂമാറ്റിക് കേസൺ. ടോപ്പ് പോർഷൻ ക്ലോസ്ഡും ബോട്ടം പോർഷൻ ഓപ്പണും ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ന്യൂമാറ്റിക് കേസൺ എന്ന് പറയുന്നത്. അപ്പോൾ കേസൺ നമ്മൾ വാട്ടർ എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതിൽ ബോക്സ് കേസൺ എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷൻ ഓപ്പണും ബോട്ടം പോർഷൻ ക്ലോസ്ഡും ആയിരിക്കും. വെൽ കേസൺ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പും ബോട്ടവും ഓപ്പൺ ആയിരിക്കും. ന്യൂമാറ്റിക് കേസൺ എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് പോർഷൻ ക്ലോസ്ഡും ബോട്ടം പോർഷൻ എങ്ങനെയായിരിക്കും, ഓപ്പണും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതായിരുന്നു വന്നിരുന്നത്. ന്യൂമാറ്റിക് കേസണാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ടോപ്പ് പോർഷൻ ക്ലോസ്ഡും ബോട്ടം പോർഷൻ ഓപ്പണും ആയിട്ടുള്ള കേസണാണ് ന്യൂമാറ്റിക് കേസൺ. ഇനി നോക്കിയോളാം, ഒരു ഡ്രിൽഡ് കേസിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ബെൽ ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബെൽ, ക്യാപ്പ്, ഷാഫ്റ്റ് 3 പോർഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് എ ഡ്രിൽഡ് കേസൺ, സെൻട്രൽ മോസ്റ്റ് പോർഷൻ ഓഫ് എ ഡ്രിൽഡ് കേസൺ, ബോട്ടം മോസ്റ്റ് പോർഷൻ ഓഫ് എ ഡ്രിൽഡ് കേസൺ, നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ അറിയാം. ബെൽ മീൻസ് ബോട്ടം മോസ്റ്റ് പോർഷൻ ഓഫ് എ ഡ്രിൽഡ് കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ബെൽ എന്ന് പറയുന്നത്. ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് എ ഡ്രിൽഡ് കേസിന് എന്തായിരിക്കും? ടോപ്പ് മോസ്റ്റ് പോർഷനെ നമ്മൾ ക്യാപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബോഡി ഓഫ് ദ ഡ്രിൽഡ് കേസൺ അല്ലെങ്കിൽ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ക്യാപ്പ് ആൻഡ് ബെൽ, ദാറ്റ് ഈസ് നോൺ ആസ് ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പോർഷൻസ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ക്യാപ്പ് ഒരു ഡ്രിൽഡ് കേസിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ആയിരിക്കും. അതേസമയം ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം മോസ്റ്റ് പോർഷൻ ആയിരിക്കും. ഷാഫ്റ്റ് അതിൻ്റെ ബോഡി പോർഷനാണ് അല്ലെങ്കിൽ ബോഡി പോർഷൻ ഓഫ് ദ ഡ്രിൽഡ് കേസിനാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദ ഡാഷ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കേസൺ ഫോർ ഓപ്പൺ വെൽ ടൈപ്പ്. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റീൽ, ടിമ്പർ, RCC, കാസ്റ്റ് അയൺ. നമ്മുടെ ഈ ഒരു ഓപ്പൺ വെൽ ടൈപ്പ് കേസൺസിന് സ്യൂട്ടബിൾ ആകുന്ന മെറ്റീരിയൽ തന്നിട്ടുള്ളവയിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ വെൽ ടൈപ്പിന് സ്യൂട്ടബിൾ ആകുന്ന മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് അയണിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ന്യൂമാറ്റിക് കേസിന് നോട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഈ മെറ്റീരിയൽസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ദ ഡാഷ് ഈസ് സ്യൂട്ടബിൾ ഫോർ കേസൺ ഫോർ ആൻ ഓപ്പൺ വെൽ ടൈപ്പ്. ഓപ്പൺ വെൽ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ. അതേസമയം ഈ മെറ്റീരിയൽ ന്യൂമാറ്റിക് കേസിന് നോട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A temporary structure constructed to prevent the water from entering in the area when the permanent structure to be constructed. ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു പ്രിവെൻറ്റ് ദ വാട്ടർ ഫ്രം എൻറ്ററിങ് ദ ഏരിയ, പെർമനൻറ്റ് സ്ട്രക്ചർ ടു ബി കൺസ്ട്രക്റ്റഡ്. നമ്മളൊരു പെർമനൻറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആ ഒരു വാട്ടറിനെ മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചർ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റീറ്റെയിനിങ് വാൾ, റിവർ ട്രെയിനിങ് വർക്ക്, വിങ് വാൾ, കോഫർ ഡാം. നമുക്ക് ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കോഫർ ഡാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. കേസണും കോഫർ ഡാം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ട് നമ്മൾ വാട്ടർ എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ട് അവിടെ നമുക്കൊരു ഡ്രൈ ഏരിയ ആയിട്ട് ആ ഒരു വെറ്റ് സർഫസ് ആയിരിക്കുന്ന ഭാഗത്ത് ആ വെറ്റിനെ നമ്മൾ മാറ്റി ഡ്രൈ ഏരിയ ആക്കിയിട്ട് കൺസ്ട്രക്ഷൻ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അണ്ടർഗോയിങ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു കേസണും കോഫർ ഡാമും എന്ന് പറയുന്നത്. അപ്പോൾ കോഫർ ഡാം എന്ന് പറഞ്ഞാൽ പ്യുവർലി ടെമ്പററി ആണ്. വർക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊളിച്ച് മാറ്റുന്നുണ്ട്. അതേസമയം കേസൺ എന്ന് പറഞ്ഞാൽ പൊളിച്ച് മാറ്റില്ല. അത് നമുക്ക് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്ന സ്റ്റേജിലും നമ്മൾ ആ ഒരു വർക്കിൻ്റെ പാർട്ട് ഓഫ് ദ സ്ട്രക്ചറായിട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയാൽ കോഫർ ഡാംസിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഒരു വാട്ടർ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അകത്തായിട്ട് നമുക്കൊരു ഡ്രൈ ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. The coffer dams are constructed to remove the water and the soil from an area, make it possible to carry the construction work. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രൈ ഏരിയയ്ക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കോഫർ ഡാംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ദ ഡയഗണൽ പീസ് ഓർ ക്രോസ് പീസ് ഫിക്സഡ് ഓൺ സ്റ്റാൻഡേർഡ്. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കഫോൾഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ബ്രേസസ്, സ്റ്റാൻഡേർഡ്സ്, പുട്ട്ലോക്സ്, ട്രാൻസോംസ്. അപ്പോൾ എന്തായിരിക്കും ഡയഗണൽ പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സിൻ്റെയൊക്കെ ആ ഒരു ബെൻഡിങ്ങിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനോട് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഒന്ന് എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡയഗണൽ പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഈ ഒരു ബ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ബ്രേസസ് ആണ് ആൻസർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്റ്റാൻഡേർഡ്സ്, ലെഡ്ജേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു കോമ്പണൻസ് ഒന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ആ ഒരു സ്കഫോൾഡിങ്ങിൽ വരുന്ന കോമ്പണൻസ് ആണ്. എന്താണ് സ്റ്റാൻഡേർഡ്സ്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാളാണ് ഇതെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ വാളിന്
ജസ്റ്റ് നമ്മൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ലെഡ്ജേഴ്സ്. ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ഹൊറിസോണ്ടൽ മെമ്പറാണ് പാരലൽ ടു ദ വാൾ. നമ്മുടെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് റോ ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ 2 സ്റ്റാൻഡേർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാളിന് പാരലായിട്ട് സ്റ്റാൻഡേർഡ് ടു സ്റ്റാൻഡേർഡ് കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് പുട്ട് ലോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുട്ട് ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻഡ് വാളിലും മറ്റേ എൻഡ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ്സിലോ അല്ലെങ്കിൽ ലെഡ്ജേഴ്സിലോ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പിലുള്ള ആ ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ മെമ്പറാണ്. ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ടു ദ വാൾ. വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെമ്പറാണ് പുട്ട് ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് ലോക്സിൻ്റെ 1 എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിലായിരിക്കും, മറ്റേ എൻഡ് ലെഡ്ജറിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫോംസ്. ഈ ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ലോക്സിൻ്റെ സെയിം തന്നെയാണ്, അതായത് പുട്ട് ലോക്സിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്ന ആളാണ്. പക്ഷെ നമ്മളൊരു ഡബിൾ ലെയർ സ്കഫോൾഡിംഗ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും 2 റോ ഓഫ് സ്റ്റാൻഡേർഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പുട്ട് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് വാളിലും മറ്റേ എൻഡ് ലെഡ്ജറിലും ആയിരിക്കും കൊടുക്കുന്നത്. അതേസമയം 2 ലെഡ്ജർ പീസിന് ഇടയ്ക്കായിട്ട് നമ്മൾ 2 ലെയർ ഓഫ് സ്റ്റാൻഡേർഡ് വരുവാണെങ്കിൽ ഫസ്റ്റ് ഒരു ലെയർ സ്റ്റാൻഡേർഡ് കാണും, തൊട്ടടുത്തായിട്ട് അടുത്ത ലെയർ സ്റ്റാൻഡേർഡ് കാണും. അപ്പോൾ ഇവയെ തമ്മിൽ ഹൊറിസോണ്ടലി ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ലെഡ്ജേഴ്സ് കാണും. അങ്ങനെ നമുക്ക് ലെഡ്ജർ ടു ലെഡ്ജർ കണക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഈ പുട്ട് ലോഗ് പോലെ ആക്ട് ചെയ്യുന്ന മറ്റൊരു ട്രാൻസ്വേഴ്സ് മെമ്പറാണ് ഈ ഒരു ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രേസസ്. ഇതാണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ദ ഡയഗണൽ പീസ് ഓർ ക്രോസ് പീസ് ഫിക്സഡ് ഓൺ ദ സ്റ്റാൻഡേർഡ്. 2 സ്റ്റാൻഡേർഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഡയഗണലി ഫിക്സ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു മെമ്പറാണ് ബ്രേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബോർഡിംഗ് അല്ലെങ്കിൽ പ്ലാങ്ക് അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം. നമുക്കറിയാവുന്നതാണ് മെൻ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് ബോർഡിംഗ്, പ്ലാങ്ക്, ബോഡി, പ്ലാറ്റ്ഫോം. ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ ഗോഡ് റെയിൽ. ഗോഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ റെയിലാണ്. ഈ ബോർഡിംഗ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ അടിയിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ റെയിലാണ് നമുക്ക് ഈ ഒരു ഗോഡ് റെയിൽ എന്ന് പറയുന്നത്. ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക, ഒരു സേഫ്റ്റി മെഷറായിട്ട് നമ്മൾ കൊടുക്കുന്ന ആളാണ് ഗോഡ് റെയിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ റേക്കർ. റേക്കർ മീൻസ് വേറൊന്നുമല്ല, ഇൻക്ലൈൻഡ് സപ്പോർട്ട് ടു പ്രൊവൈഡ് ദ സ്കഫോൾഡിങ്. നമ്മുടെ സ്കഫോൾഡിങ്ങിൻ്റെ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മളിങ്ങനെ ചരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിനൊരു ഇൻക്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് റേക്കർ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ റേക്കറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്ലനേഷൻ 45 ഡിഗ്രി ഇൻക്ലനേഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ ടോയ് ബോർഡ്. നമ്മുടെ കാല് ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കും കാലിനൊരു സപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ബോർഡാണ് ടോയ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രിഡിൽ. ഒരു ബ്രിഡ്ജ് ഓപ്പണിംഗ് ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെമ്പറാണ് ബ്രിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്പേഴ്സൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നെക്സ്റ്റ് സ്കഫോൾഡിങ്ങിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ സ്കഫോൾഡിങ് ഈസ് ഓൾസോ നോൺസ്. അതിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് കുറച്ചൊക്കെ പഠിക്കുന്നതാണ്. സിംഗിൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിക്ക് ലെയർ സ്കഫോൾഡിങ്, പുട്ട് ലോക്ക് സ്കഫോൾഡിങ്, ബോത്ത് എ ആൻഡ് ബി, നീഡിൽ സ്കഫോൾഡിങ്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ സ്കഫോൾഡിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സിംഗിൾ സ്കഫോൾഡിങ്ങിനെ പറയുന്ന മറ്റ് പേരുകളാണ് ബ്രിക്ക് ലെയർ സ്കഫോൾഡിങ് ആൻഡ് പുട്ട് ലോക്ക് സ്കഫോൾഡിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് സ്കഫോൾഡിങ്ങുകളോട് ജസ്റ്റ് ഒന്ന് അറിയണം അല്ലേ. സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. ഇതിന് പറയുന്ന നമ്മൾ ബ്രിക്ക് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കഫോൾഡിംഗ് ആണ് സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കഫോൾഡിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ പുട്ട് ലോക്ക് സ്കഫോൾഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേരുകൾ കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക. അതേസമയം നമ്മൾ സ്റ്റോൺ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കഫോൾഡിങ്ങിനാണ് ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മേസൺ സ്കഫോൾഡിംഗ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റെബിലൈസിങ് സ്കഫോൾഡിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസുകൾ കറക്റ്റായിട്ട് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കഫോൾഡിംഗ് ആണ് ഈ ഒരു ബ്രിക്ക് സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ റോ ഓഫ് സ്റ്റാൻഡേർഡ് ആയിരിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റാൻഡേർഡ് തമ്മിലുള്ള ആ വാളിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 മീറ്റർ ഫ്രം ദ വാൾ ആയിരിക്കും. അതേസമയം സക്സസീവായിട്ട് അടുത്തടുത്ത് വരുന്ന ഒരു റോയിൽ തന്നെ അടുത്തടുത്ത് വരുന്ന സ്റ്റാൻഡേർഡ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 2 to 2.5 ആയിരിക്കും. ലെഡ്ജർ നമ്മൾ ഫിക്സ് ചെയ്യും. ലെഡ്ജർ തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.2 to 1.8 ആയിരിക്കും. പുട്ട് ലോഗ് തമ്മിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 to 1.8 മീറ്റർ ആയിരിക്കും.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ ഡബിൾ സ്കഫോൾഡിങ്. ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സ്റ്റോൺ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കഫോൾഡിംഗ് ആണ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് ആണ് മേസൺ സ്കഫോൾഡിംഗ്, ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ്, സെൽഫ് സ്റ്റെബിലൈസിങ് സ്കഫോൾഡിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 റോ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കാൻഡിലിവർ സ്കഫോൾഡിംഗ്. കാൻഡിലിവർ സ്കഫോൾഡിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് നീഡിൽ സ്കഫോൾഡിംഗ്. അപ്പോൾ ഈ നീഡിൽ സ്കഫോൾഡിംഗ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാർഡ് ഗ്രൗണ്ട്, നമ്മുടെ സ്റ്റാൻഡേർഡ്സിന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹാർഡ് ഗ്രൗണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് ആണ് ഈ ഒരു കാൻഡിലിവർ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. കാൻഡിലിവറിൻ്റെ മറ്റൊരു പേരാണ് നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ആ ഒരു ഹൈറ്റ് നമുക്ക് കൂടി വരുമ്പോഴത്തേക്കും വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ടോപ്പ് ലെവലിൽ മാത്രമായിട്ട് നമുക്കൊരു സ്കഫോൾഡിംഗ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? താഴ്ന്നേ നമ്മൾ വീണ്ടും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. പകരം എന്ത് ചെയ്യാം? നമുക്ക് അവിടുത്തെ വിൻഡോ ഓപ്പണിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു നീഡിൽ ബീം പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ്സ് എല്ലാം പ്ലേസ് ചെയ്ത് സ്കഫോൾഡിംഗ് നമുക്ക് ചെയ്തെടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂവബിൾ കോൺട്രവൻസി ആയിട്ട് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, എവിടെ വേണം നമുക്ക് മൂവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കഫോൾഡിംഗ് ആണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? തൂക്കിയിടുന്ന ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കഫോൾഡിംഗ് ആണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഒരു റോപ്പോ ചെയിനോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റുന്നൊരു സ്കഫോൾഡിംഗ് ആണ് എന്ത് പറയുന്നത്? സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയും. കൂടുതലും നമ്മൾ ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള വർക്ക്, മെയിൻ്റെനൻസ് വർക്കായിട്ട് വരുന്ന പോയിന്റിങ്, പെയിന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സസ്പെൻഡഡ്. ഗ്രൗണ്ടുമായിട്ട് യാതൊരുവിധ മൂവ്മെൻറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ടൈപ്പിലുള്ളൊരു സ്കഫോൾഡിങ്സ്. ഇതൊരു മൂവബിൾ കോൺട്രവൻസി അല്ല, ഇതൊരു സസ്പെൻഡ് ചെയ്ത് തൂക്കിയിടുന്ന ടൈപ്പിൽ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരാത്ത ടൈപ്പിലുള്ള ഒരു ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് മൂവബിൾ കോൺട്രവൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രസ്റ്റൽ സ്കഫോൾഡിംഗ്. ട്രസ്റ്റൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാം. വീണ്ടും വീണ്ടും നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് സ്കഫോൾഡിംഗ് വർക്ക് വീണ്ടും വീണ്ടും ചെയ്തെടുക്കേണ്ട ഒരു മൂവബിൾ കോൺട്രവൻസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പിലുള്ളതാണ് ട്രസ്റ്റൽ സ്കഫോൾഡിംഗ്. ഇതിൻ്റെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, മാക്സിമം ഹൈറ്റ് അപ് ടു വിച്ച് ദ ടൈപ്പ് ഓഫ് സ്കഫോൾഡിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു 5 മീറ്റർ ഫ്രം ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. ആ ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചറിൽ നിന്ന് നമുക്കൊരു 5 മീറ്റർ വരെയുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ട്രസ്റ്റൽ സ്കഫോൾഡിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അടിയിൽ വീലുണ്ടാവും, അപ്പോൾ വീല് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എവിടെ വേണോ നമുക്ക് മൂവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രസ്റ്റൽ സ്കഫോൾഡിംഗ്. നെക്സ്റ്റ് വൺ പാറ്റേൺ സ്കഫോൾഡിംഗ്. ഈ ലാഡേഴ്സ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു ഹൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്കഫോൾഡിംഗ് ആണ് പാറ്റേൺഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇത് മോഡിഫൈഡ് ഫോം ഓഫ് ദ ഡബിൾ സ്കഫോൾഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 2 റോ സ്റ്റാൻഡേർഡ് ഉള്ള സ്കഫോൾഡിംഗ് ആണ് ഡബിൾ സ്കഫോൾഡിംഗ്. മേസൺ സ്കഫോൾഡിംഗ് എന്നറിയപ്പെടും, ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് എന്നറിയപ്പെടും. സ്റ്റോൺ വർക്കിന് യൂസ് ചെയ്യുന്നത് അതുപോലെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ടൈപ്പിലുള്ള ഒരു മോഡിഫൈഡ് ഫോം ഓഫ് ദ ഡബിൾ സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്ന ഒരു സ്കഫോൾഡിംഗ് ആണ് പാറ്റേൺഡ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കഫോൾഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. നെക്സ്റ്റ് വൺ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റോണിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നോക്കിക്കോളാം. ചിപ്പ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ടു ഫിൽ എംപ്റ്റി സ്പേസസ് ഓഫ് എ സ്റ്റോൺ മേസണറി. അപ്പോൾ സ്റ്റോൺ മേസണിൽ നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചിപ്പ് ഓഫ് സ്റ്റോൺ എന്തെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ പേരുണ്ട്, ആ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. സ്നെക്സ്, സ്പോൾസ്, ബോത്ത് എ ആൻഡ് ബി, നോൺ ഓഫ് ദിസ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. സ്നെക്സ് എന്നും പറയാം, സ്പോൾസ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓർണമെന്റൽ പ്രൊജക്ഷൻ ഫ്രം ദ ഫേസ് ഓഫ് ദ വാൾ. വാളിൽ നിന്നുള്ള ഓർണമെന്റൽ പ്രൊജക്ഷൻ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോർബൽ, കോർണിസ്, കോപ്പിംഗ്, സിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല സ്റ്റോൺ മേസണിൽ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കലായിട്ട് ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോർബൽ നമുക്കറിയാം, മുകളിൽ നിന്ന് വരുന്ന റൂഫ് ട്രസ്സുകൾക്കോ അല്ലെങ്കിൽ ബീംസിനോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് കോർബൽ. കോർണിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർണമെന്റൽ വർക്കായിട്ട് നമ്മൾ കൊടുത്തു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സീലിങ്ങിൻ്റെയും വാളും കണക്ട് ചെയ്യുന്ന ആ കോർണിസ് അല്ലെങ്കിൽ കോർണർ പോർഷനിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓർണമെന്റൽ ഫിനിഷിങ്ങിനെ പറയുന്ന പേരാണ് കോർണിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോപ്പിംഗ് ആണ്. കോപ്പിംഗ് നമ്മൾ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വാളുകളിൽ റെയിൻ വാട്ടർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. സിൽ ലെവൽ നമുക്കറിയാവുന്നതാണ്, വിൻഡോസിൻ്റെയൊക്കെ ഏറ്റവും ബോട്ടം പോർഷൻ ഓഫ് ദ ഹൊറിസോണ്ടൽ പോർഷനാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓർണമെന്റൽ പ്രൊജക്ഷൻ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ
അവിടെ നിങ്ങൾ ഉറപ്പായിട്ടും കോർണിസ് എന്ന് പറയുന്ന ആൻസർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓർണമെന്റൽ വർക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോർണിസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഓരോ നോക്കാം. നാച്ചുറൽ ബെഡ് നമുക്കറിയാം, ഒരു റോക്ക് സ്ട്രാറ്റയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ബെഡ് പോർഷൻ, അതിനെയാണ് ദ പ്ലെയിൻ ഓഫ് ഡിവിഷൻ അലോങ് വിച്ച് സ്റ്റോൺ ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ്. സ്റ്റോണിനെ ഈസി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഡിവിഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു സ്ട്രാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. കോർബൽ, ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് കോർബൽ. നമ്മുടെ മുകളിലെ റൂഫ് ട്രസ്സിനും പിന്നെ നമ്മുടെ ആ ഒരു ബീം പോർഷനും ഒക്കെ സപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കോർബൽ. ഒരൊറ്റ സിംഗിൾ സ്റ്റോൺ ആയിട്ടൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് കോർബൽ എന്ന് പറയുന്നത്. കോർണിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ്. നമുക്കൊരു ഓർണമെന്റൽ ഫിനിഷ് ആയിട്ട് നമ്മുടെ വോളും സീലിംഗും തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗത്ത് ഓർണമെന്റൽ ഫിനിഷ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കോർണിസ് എന്ന് പറയുന്നത്. ബ്ലോക്കിംഗ് കോഴ്സ്, കോർണിസിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സിന് ബ്ലോക്കിംഗ് കോഴ്സ് എന്ന് പറയും. അതേസമയം കോർണിസിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റോൺ കോഴ്സിനെ ഫ്രീസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ കോപ്പിംഗ്, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്ന വാളുകൾക്ക് ഒരു റൂഫ് കവറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിൽ റെയിൻ വാട്ടർ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കവറിങ്ങിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോപ്പിങ്ങിന്റെ ടോപ്പ് സർഫസ് സ്ലോപ്ഡ് ആയിട്ടുള്ള മാനറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വെതറിംഗ് എന്ന് പറയാം. അതേസമയം ത്രോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിങ്ങിന്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്രൂ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫിഗറിൽ കാണുന്ന ഈ കുഞ്ഞു ഗ്രൂ, ആ ഒരു ഗ്രൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രോട്ടിംഗ് എന്ന് പറയുന്നത്. റെയിൻ വാട്ടർ കറക്റ്റ് വെർട്ടിക്കലായിട്ട് വീഴാനായിട്ട് കൊടുക്കുന്ന ആ ഗ്രൂസിനെയാണ് ത്രോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓർണമെന്റൽ ഫിനിഷിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, കോർണിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡ്രൈ റബിൾ മേസണറി ഈസ് സ്യൂട്ടബിൾ ഫോർ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഡ്രൈ റബിൾ മേസണറി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അബട്ട്മെന്റ് ഓഫ് കൾവേർട്ട്, റീറ്റൈനിങ് വാൾ, കൺസ്ട്രക്ഷൻ ഓഫ് വിയേഴ്സ്, വാൾ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റീറ്റൈനിങ് വാൾ ആണ്. ഡ്രൈ റബിൾ മേസണറി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റീറ്റൈനിങ് വാളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, എ ടെമ്പററി സ്ട്രക്ചർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ ഈസ് കാൾഡ്. നമ്മുടെ ഷോറിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടെമ്പററി സ്ട്രക്ചർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ അൺസേഫ് സ്ട്രക്ചർ. അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി സപ്പോർട്ടുകളെ പറയുന്ന പേരാണ് ഷോറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എല്ലാം ടെമ്പററി ആയിട്ടുള്ള സപ്പോർട്ടുകളാണ്. ഷോറിംഗ്, അണ്ടർ പിന്നിങ്, സ്കാഫോൾഡിങ്, ഫോം വർക്ക്. ഷോറിംഗ് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ വായിച്ചു. അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സപ്പോർട്ടുകളെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ടെമ്പററി സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫൗണ്ടേഷൻ്റെ അടിയിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഫൗണ്ടേഷന് സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയാം, അണ്ടർ പിന്നിങ് എന്ന് പറയാം. സ്കഫോൾഡിങ് നമുക്കറിയാം, നമ്മുടെ വാളിൻ്റെ ഹൈറ്റ് 1.5 മീറ്ററിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളവിടെ ടെമ്പററി ആയിട്ടുള്ള സ്കഫോൾഡിങ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അടുത്ത വർക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി ആ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫോം വർക്ക്. നമ്മുടെ സ്ലാബൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് സ്റ്റേജിലെ കോൺക്രീറ്റിനെ വിക്സ്റ്റാൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോറിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഷോറിങ്ങിൻ്റെ ജസ്റ്റ് ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു അൺസേഫ് ആയിട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ടെമ്പററി സപ്പോർട്ടുകളാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഷോറിംഗ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ള കേസസും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്ട്രക്ചർ ആർ ടു ബി ടെമ്പററി സപ്പോർട്ട്, ടെമ്പററി സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വൺ നോക്കിയുള്ള അഡ്ജസൻറ്റ് സ്ട്രക്ചർ ടു ബി ഡിസ്മാൻഡിൽ. നമുക്ക് അടുത്തൊരു വർക്ക് അല്ലെങ്കിൽ അടുത്തൊരു ബിൽഡിംഗ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അടുത്ത ബിൽഡിംഗ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് കളയാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ക്ക് നമ്മുടെ ബിൽഡിങ്ങിലോട്ട് വരാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിൽഡിങ്ങിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ, ലാർജ് ഓപ്പണിംഗ് ആർ ടു ബി പ്രൊവൈഡഡ് ഇൻ ദ വാൾ. മെയിൻ വാളിൽ നമ്മളൊരു വലിയ ഓപ്പണിംഗ് കൊടുക്കുകയാണ്. ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൻ വാളിൽ നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കണമെങ്കിൽ മുകളിലോട്ടുള്ള ആ ഒരു വാളിനെ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഓപ്പണിങ്ങിന് മുകളിലോട്ടുള്ള പോർഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ടായിട്ട് നമുക്ക് ഷോറിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഡിഫക്റ്റീവ് ആയിട്ടുള്ള വാൾസിനെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ഓഫ് ദ കൺസ്ട്രക്ഷനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷോറിംഗ് ആവശ്യമാണ്. അതുപോലെ തന്നെ വാൾസിലെ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് കാരണമൊക്കെ ക്രാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്രാക്കിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ന്യൂ വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഷോറിംഗ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഷോറിങ്ങിൻ്റെ ആവശ്യകത വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The process of placing new foundation below an existing or one of the strengthening the existing foundation is called as dash.
ഡാഷ് എന്നാണ് വരേണ്ടത്. അണ്ടർ പിന്നിങ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ അണ്ടർ പിന്നിങ് ആണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ അടിയിലായിട്ട് പുതിയൊരു ഫൗണ്ടേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ നമുക്കൊരു സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ഫൗണ്ടേഷൻ കൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ അണ്ടർ പിന്നിങ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് വൺ ഓർ സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഈസ് കാൾഡ് അണ്ടർ പിന്നിങ്. ഓർമ്മിച്ച് വെച്ചേക്കാം. പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ ഓർഡിനറി റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ് DPC ഈസ് ജനറലി പ്രൊവൈഡഡ് അറ്റ്. നമുക്കറിയാം DPC ട്രീറ്റ്മെൻറ്റ് ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് DPCയുടെ ഫുൾ ഫോം തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. DPC സ്റ്റാൻഡ്സ് ഫോർ ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. അപ്പോൾ DPC ട്രീറ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ബേസ്മെൻറ്റ് ലെവൽ, പ്ലിന്ത് ലെവൽ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലിന്ത് ലെവലാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. അതേസമയം DPC ട്രീറ്റ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ബിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്മെൻറ്റ് ലെവലായിരിക്കും. DPC ട്രീറ്റ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസ്മെൻറ്റ് ലെവലിൻ്റെയും വാളിൻ്റെയും ഇടയ്ക്കായിട്ടായിരിക്കും. അതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട്. DPC ട്രീറ്റ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് പ്ലിന്ത് ലെവലാണ്. DPC ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ബിലോ ബേസ്മെൻറ്റ് ലെവലാണ്. DPC ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ വാൾ ആൻഡ് ബേസ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ DPC ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു DPC പോലെ തന്നെ നമ്മൾ ആ ഒരു പ്ലിന്ത് ലെവലിൽ നമ്മൾ DPC എന്ന് പറയും. അതേസമയം റൂഫ് ലെവലിലാണ് നമ്മൾ ഈ ഒരു DPC പോലെ നമ്മൾ പ്രൂഫിങ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അതേസമയം വുഡൻ മെറ്റീരിയലിൽ നമ്മളൊരു പ്രൂഫിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയുക, ടെർമേറ്റ് പ്രൂഫിംഗ് എന്ന് പറയാം. വുഡൻ മെറ്റീരിയലിൽ കൊടുക്കുന്ന പ്രൂഫിംഗ് ആണ് ടെർമേറ്റ് പ്രൂഫിംഗ്. റൂഫ് ലെവലിൽ നമ്മൾ വാട്ടർ ലീക്കേജ് ഒക്കെ തടയാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് വാട്ടർ പ്രൂഫിംഗ്. നമ്മൾ ആ ഒരു പ്ലിന്ത് ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ബിലോ ദ ബേസ്മെൻറ്റ് ലെവലിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, മോയ്സ്ചർ കണ്ടന്റ് അകത്തോട്ട് കയറാതിരിക്കാനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് DPC എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ദ ആർച്ചസ് ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ. ആർച്ചിലോട്ട് പോയിരിക്കുകയാണ്. ആർച്ചിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ആ വർക്ക് ചെയ്തെടുക്കാനായിട്ട് കൊടുക്കുന്ന ടെമ്പററി സപ്പോർട്ടുകളെ എന്ത് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സെൻറ്ററിങ്, ഷട്ടറിങ്, ബോത്ത് എ ആൻഡ് ബി ഫോം വർക്ക്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിലെ കോൺക്രീറ്റ് വിക്സ്റ്റാൻഡ് ചെയ്യാൻ ഫോം വർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ സാധാരണയായിട്ട് നമ്മുടെ ആ ഒരു സ്ലാബ്, ബീമൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷട്ടറിങ് വർക്കുകൾ ചെയ്യാറുണ്ട്. അതേസമയം ആർച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കുന്ന ആ ഒരു ടെമ്പററി വർക്കിനെ നമ്മൾ എന്ത് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പററി സപ്പോർട്ടുകൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് സെൻറ്ററിങ് എന്നാണ് പറയുന്നത്. ആർച്ചിൻ്റെ കൺസ്ട്രക്ഷനിൽ സെൻറ്ററിങ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ഈ ഒരു സെൻറ്ററിങ് എന്ന് പറയുന്നത്. ആർച്ചസിൽ കൊടുക്കുന്ന സെൻറ്ററിങ് ആണ്. ഈ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിഗറിലായിരിക്കും നമ്മൾ ആർച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. നോക്കിയോളാം. എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ദ സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ആർച്ചസ് ഡ്യൂറിങ് ദെയർ കൺസ്ട്രക്ഷൻ. അപ്പോൾ സ്റ്റോൺ ആർച്ചിൻ്റെയോ നമ്മുടെ ആ ഒരു ആർച്ചിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പററി സപ്പോർട്ടാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് നോൺ എ സെൻറ്ററിങ്. അപ്പർ സർഫസ് ഓഫ് ദ സെൻറ്ററിങ് കറസ്പോണ്ട് ടു ദ ഷേപ്പ് ഓഫ് ദ ഇൻട്രഡോസ്. നമുക്കറിയാം ഇൻട്രഡോസിൻ്റെ അതേ ഷേപ്പിലായിരിക്കും. നമുക്കറിയാം ഇൻട്രഡോസ് ഉണ്ട്, എക്സ്ട്രഡോസും ഉണ്ട്. അപ്പോൾ സർഫസിലെ ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സർഫസിനെയാണ് നമ്മൾ ഇൻട്രഡോസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സർഫസിനെ നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറയും. അപ്പോൾ ഇൻട്രഡോസിൻ്റെ അതേ ഷേപ്പിലായിരിക്കും നമ്മൾ ഈ ഒരു സെൻറ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 പാരലൽ ബോർഡ്സ് കാണും. ഈ ബോർഡ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ചെറിയ നാരോ ആയിട്ടുള്ള വുഡൻ സ്ട്രിപ്സ് ഉണ്ട്. ആ വുഡൻ സ്ട്രിപ്സിനെ പറയുന്ന പേരാണ് ലാഗിങ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊന്ന് ഈ ഒരു സെൻറ്ററിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പോൾ സെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ആർച്ചസിന് കൊടുക്കുന്ന ടെമ്പററി സപ്പോർട്ടാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. സെൻറ്ററിങ് നമുക്ക് ആ ഒരു സെൻറ്ററിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രഡോസിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെൻറ്ററിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ലാഗിങ്സ് എന്ന് പറഞ്ഞിട്ട് നാരോ സ്ട്രിപ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു വാളിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെൻറ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാളിൻ്റെ വിഡ്ത്ത് നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, നാരോ ആയിട്ടുള്ള സ്ട്രിപ്സ് കൂടെ കൊടുത്തിട്ടുണ്ടാകും. ഇത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നാരോ സ്ട്രിപ്സ്. ഈ നാരോ സ്ട്രിപ്സിനെയാണ് ലാഗിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൺ സെൻറ്റേർഡ് ആർച്ചീസ് ടൈപ്പ് ഓഫ് ആർച്ചസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലാറ്റ് ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഫ്ലാറ്റ് ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്. വൺ സെൻറ്റർ ആർച്ചസ് ആണ്. എന്താണ് സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ
ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ആൻ ആർച്ചിനാണ് നമ്മൾ സെൻറ്റർ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെറും ഒറ്റ സെൻറ്ററിൽ നമ്മൾ ഫോം ചെയ്യാൻ പറ്റുന്ന ആർച്ചസ് ഇതിൽ തന്നിട്ടുള്ളവയിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൺ സെൻറ്റേർഡ് ആർച്ചസിന് എക്സാമ്പിളാണ് ഈ എല്ലാം. നമുക്ക് വൺ സെൻറ്റേർഡ് ആർച്ചസ് തന്നെയാണ്. ഫ്ലാറ്റ് ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. നമുക്ക് അടുത്തതിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ കൂടെ ഒന്ന് നോക്കാം. വൺ സെൻറ്റേർഡ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, സ്റ്റിൽറ്റഡ് ആർച്ച്, ബുൾസൈ ആർച്ച്. അപ്പോൾ 6 എണ്ണമാണ് വരുന്നത്. ഈ 6 പേരുകളും കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കാം. 2 സെൻറ്റേർഡ് ആർച്ചസ് എന്ന് പറയുമ്പോൾ പോയിൻറ്റഡ് അല്ലെങ്കിൽ ഗോത്തിക് ആർച്ചസ് ആണ്. 3 സെൻറ്റേർഡ് ആർച്ച് ഫ്ലോറൻറ്റൈൻ അല്ലെങ്കിൽ ആൻഡ് ഓൾസോ സെമി എലിപ്റ്റിക്കൽ ആർച്ചസ് ആണ്. ഫ്ലോറൻറ്റൈൻ ആൻഡ് സെമി എലിപ്റ്റിക്കലാണ്. 4 സെൻറ്റേർഡ് ആർച്ചസ് വെനീഷ്യൻ ആർച്ചാണ്. 5 സെൻറ്റേർഡ് ആർച്ച് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. പേരുകൾ ഇത്ര ഓർമ്മിക്കുക. 3 സെൻറ്റേർഡിലും 5 സെൻറ്റേർഡിലും സെമി എലിപ്റ്റിക്കൽ വരുന്നുണ്ട്. ആ എലിപ്സിൻ്റെ സൈസ് ഒന്ന് വേരി ആവുന്നതിനനുസരിച്ച് 3 സെൻറ്ററായിട്ടും 5 സെൻറ്ററുമായിട്ടും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ആ 2 ഓപ്ഷനിൽ അല്ലെങ്കിൽ 2 കാറ്റഗറിയിലും സെമി എലിപ്റ്റിക്കൽ ആർച്ച് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഈ ഒരു ടേബിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഓപ്പണിംഗ് ഓർ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ. ഓപ്പണിംഗ് ഓർ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെയർ വേ, സ്റ്റെയർ കേസ്, ലോബി, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ സ്റ്റെയർ വേ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്പണിംഗ് ഓർ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ. അപ്പോൾ ആ ഒരു സ്റ്റെയറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഓപ്പണിംഗ് സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ സ്റ്റെയർ വേ എന്നാണ് പറയുന്നത്. അതേസമയം അവിടെ നമ്മൾ എൻക്ലോസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു റൂമിനെ എന്തായിരിക്കും പറയുന്നത്? അതിനെ സ്റ്റെയർ കേസ് എന്നായിരിക്കും പറയുന്നത്. ജസ്റ്റ് ആ ഡെഫിനിഷൻ രണ്ടും എന്താണ് ഡിഫറൻസ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഓപ്പണിംഗ് ഓർ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ ഈസ് നോൺ എസ് സ്റ്റെയർ വേ ആൻഡ് ഓൾസോ റൂം ഓർ സ്പേസ് ഓർ എൻക്ലോഷർ ഓഫ് എ ബിൽഡിംഗ് വെയർ ദ സ്റ്റെയർ ഈസ് ലൊക്കേറ്റഡ്. സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു റൂമിനെയാണ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അതേസമയം അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെയർ വേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് ദ ത്രെഡ് ബിയോണ്ട് ദ ഫേസ് ഓഫ് എ റൈസർ. നമ്മുടെ സ്റ്റെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് എ ത്രെഡ് ബിയോണ്ട് ദ ഫേസ് ഓഫ് എ റൈസർ. റൈസർ കഴിഞ്ഞിട്ടും ബാക്കി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയ പോർഷൻ, അതിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്രെഡ്, റൈസർ, നോസിങ്, ബലിസ്റ്റർ. അപ്പോൾ ഈ ടേംസുകൾ നമ്മൾ അറിയുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നോസിങ് ആണ്. റൈസർ പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ത്രെഡ് കഴിഞ്ഞിട്ട് ബിയോണ്ട് ആയിട്ട് അല്ലെങ്കിൽ റൈസർ കഴിഞ്ഞിട്ട് ബിയോണ്ട് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ത്രെഡ് പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് നോസിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ ടേംസിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് ബലിസ്റ്റർ? നമ്മുടെ ഹാൻഡ് റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? വെർട്ടിക്കൽ മെമ്പേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യാറുണ്ട്. ആ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് ബാലിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ബാലിസ്റ്ററിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഹാൻഡ് റെയിൽ കൊടുക്കാറുണ്ട്. നമുക്ക് കൈ പിടിച്ച് കയറാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ലിപ്പിംഗ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഹാൻഡ് റെയിലിനെയും ബലിസ്റ്ററിനെയും കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് ബാലിസ്ട്രേഡ് അല്ലെങ്കിൽ ബാരിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിങ്ങോ പ്ലാറ്റ്ഫോമോ ഒന്നും കൊടുക്കാത്ത സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ത്രെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൂട്ട് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു അപ്പർ പോർഷൻ ഓഫ് എ സ്റ്റെയർ അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ അപ്പർ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? റൈസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്റ്റെപ്സ് ഇൻ ബിറ്റ്വീൻ ദ 2 ത്രെഡ്. ഇവിടെ നമുക്ക് കാണാം 2 ത്രെഡ്. ഈ 2 ത്രെഡിൻ്റെ ഇടയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് റൈസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം വെർട്ടിക്കലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള റൈസർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പോർഷൻ നമ്മൾ ത്രെഡിൻ്റെ പോർഷൻ ബിയോണ്ട് ദ റൈസർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷനെ പറയുന്ന പേരാണ് നോസിങ് എന്ന് പറയുന്നത്. ഒരു ത്രെഡും ഒരു റൈസറും കൂടെ കമ്പൈൻ ആയിട്ട് വരുന്ന ഒരു മൊത്തത്തിലുള്ള കോമ്പിനേഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കുക. ഗോയിങ് ആൻഡ് റൈസർ. ഗോയിങ് മീൻസ് പറഞ്ഞല്ല ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വിത്ത് ദ 2 ഫേസസ് ഓഫ് എ കൺസിക്യൂട്ടീവ് റൈസേഴ്സ്. ഇവിടെ ഒരു റൈസർ ഉണ്ട്, അടുത്ത് ഇവിടെ ഒരു റൈസർ ഉണ്ട്. 2 റൈസറിൻ്റെ ഫേസുകളും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കുന്ന ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഗോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? റൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പർ ഫേസസ് ഓഫ് എ 2 ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റൈസ് എന്ന് പറയുന്നത്. ഇതൊരു ത്രെഡാണ്, ഇതൊരു ത്രെഡാണ്. ഈ 2 ത്രെഡുകളും തമ്മിലുള്ള വെർട്ടിക്കലായിട്ട് വരുന്ന ഹൈറ്റിനെയാണ് റൈസ് എന്ന് പറയുന്നത്. അതേസമയം ആ വെർട്ടിക്കൽ മെമ്പറിനെ റൈസർ എന്ന് പറയും, വെർട്ടിക്കൽ ഹൈറ്റിനെ റൈസ് എന്ന് പറയും.
ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ഗോയിങ് എന്ന് പറയും, ഹൊറിസോണ്ടൽ മെമ്പറിനെ ത്രെഡ് എന്ന് പറയും. അപ്പോൾ ത്രെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ത്രെഡിന് നേരെ സിമിലർ ആയിട്ട് വരുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഗോയിങ്. അതേസമയം റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്പറാണ്, റൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈറ്റ് ആണ്. അപ്പോൾ റൈസറിന് നേരെ സിമിലർ ആയിട്ട് വരുന്ന ആ ഒരു ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ആണ് റൈസ് എന്ന് പറയുന്നത്. റൈസർ, റൈസ്, ത്രെഡ്, ഗോയിങ് രണ്ടും സിമിലർ ആയിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് പറയുന്നത് സ്കോട്ടിയാണ്. നോസിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നോസിങ്ങിന് തൊട്ട് താഴെയായിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഓർണമെന്റൽ ഫിനിഷ് കൊടുക്കാറുണ്ട്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ കൊടുക്കുന്ന ഈ ഒരു ഓർണമെന്റൽ ഫിനിഷിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കോട്ടിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലാൻഡിംഗ് ആണ്. നമ്മൾ സ്റ്റെപ്പ് ഫുള്ള് കയറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ലാൻഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് എ ലിൻഡൽ. ലിൻഡൽ എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് എ ലിൻഡൽ, വുഡൻ ലിൻഡൽ, RCC ലിൻഡൽ, സ്റ്റോൺ ലിൻഡൽ, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ലിൻഡൽ എന്താണെന്ന് അറിയാം അല്ലേ? ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിൻഡലും ആർച്ചും ഏകദേശം നമുക്ക് ഒരുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. ആർച്ചും ലിൻഡലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഓപ്പണിംഗ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആർച്ചസ് എന്ന് പറയുന്നത്. ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതാണ് ലിൻഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർച്ചസിൻ്റെയും ലിൻഡൽസിൻ്റെയും ഫങ്ഷൻസ് സെയിം ആണ്. മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് നിർത്തുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? ആർച്ചസും ലിൻഡൽസും കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ലിൻഡൽസ് പ്രൊവൈഡ് ചെയ്യും. ഓപ്പണിംഗ് ഏരിയ നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ആർച്ച് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് എ ലിൻഡൽ ഏതാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വുഡൻ ലിൻഡൽ, RCC ലിൻഡൽ, സ്റ്റോൺ ലിൻഡൽ, ഓൾ ഓഫ് ദി എബോവ്. ഏതായിരിക്കും ഓൾഡസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്? വുഡൻ ലിൻഡൽ ആയിരിക്കും ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് എ ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിൻഡൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അപ്പോൾ ലിൻഡലിന് മാറ്റിയിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്ക് മുകളിൽ നിന്ന് വരുന്ന ലോഡ് ഹെവി ആണെങ്കിൽ നമ്മൾ ആർച്ച് കൊടുക്കാറുണ്ട്. സ്പാൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർച്ചസ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ ആർക്കിടെക്ചറലായിട്ടുള്ള അപ്പിയറൻസിൻ്റെ ആവശ്യം വരുന്നതാണെങ്കിൽ നമ്മൾ ആർച്ച് പ്രൊവൈഡ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള അബട്ട്മെൻറ്റ് സപ്പോർട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ആർച്ചസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. വുഡൻ ലിൻഡൽസിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹില്ലി ഏരിയാസിലൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വുഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ ഒരു വുഡൻ ലിൻഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് എ ലിൻഡൽ ആണ്. സൗണ്ട് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള തേക്ക് വുഡായിരിക്കും നമ്മൾ ഈ ഒരു ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ബിയറിംഗ് ഓഫ് എ വുഡൻ ലിൻഡൽ അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. 150 to 200 mm ആയിരിക്കും ബിയറിംഗ് ഓഫ് എ വുഡൻ ലിൻഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് ഓഫ് എ ലിൻഡൽ എന്ന് പറഞ്ഞാൽ 1/12 to 1/8 ഓഫ് എ സ്പാൻ ഓഫ് ദ ലിൻഡൽ ആയിരിക്കും. മിനിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് 80 mm ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ആ ഒരു സ്ട്രെങ്ത് നമുക്ക് വുഡൻ ലിൻഡൽസിന് പ്രോപ്പറായിട്ടൊരു സ്ട്രെങ്ത് കാണില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ലോഡ് കൂടി വരുന്ന കേസുകളിൽ വുഡൻ ലിൻഡൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്ത് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് റിലീവിങ് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് വുഡൻ ലിൻഡൽസിൻ്റെ ടോപ്പിലായിട്ട് റിലീവിങ് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ ലിൻഡൽസിൻ്റെ പുറത്തായിട്ടും നമ്മൾ റിലീവിങ് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ലൈക്ക് ഇതുപോലെയാണ് കൊടുക്കുന്നത്. ലിൻഡൽസ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലായിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഇതുപോലെ ആർച്ച് കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ കൊടുക്കുന്ന ഈ ആർച്ചസിനാണ് നമ്മൾ റിലീവിങ് ആർച്ചസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ റൂഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ദ റാഫ്റ്റർ വിച്ച് ആർ പ്രൊവൈഡഡ് ജംഗ്ഷൻ ഓഫ് എ 2 റൂഫ് സ്ലോപ്പ്. 2 റൂഫ് സ്ലോപ്പിന് ഇടയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന റാഫ്റ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണക്ട് ചെയ്ത് വരുന്നിടത്ത് ജാക്ക് റാഫ്റ്റ്, ഹിപ്പ് റാഫ്റ്റ്, കോമൺ റാഫ്റ്റ്, പ്രിൻസിപ്പൽ റാഫ്റ്റ് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ജംഗ്ഷൻ ഓഫ് എ 2 റൂഫ് സ്ലോപ്പ്, 2 റൂഫ് സ്ലോപ്പുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന റാഫ്റ്റാണ് ഹിപ്പ് റാഫ്റ്റ്. ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു റൂഫിൻ്റെ ടേംസിലോട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ട്രസ്. ട്രസ് നമുക്കറിയാം, ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ ഫ്രെയിം വർക്കായിട്ട് നമ്മൾ റൂഫിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വാളിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടെംപ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്റ്റോൺ കൊണ്ടോ RCC കൊണ്ടുള്ള ടെംപ്ലേറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ടെംപ്ലേറ്റിൻ്റെ പുറത്തായിട്ടായിരിക്കും ട്രസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ട്രസ്സിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. റിഡ്ജ് പോർഷൻസിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് റിഡ്ജ് ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ട്രസ്സിൻ്റെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷനായിട്ട് വരുന്ന ലോങ്ങസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു റാഫ്റ്റേഴ്സിനാണ് പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പർലിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പർലിൻസ് നമ്മുടെ റിഡ്ജിന് പാരലായിട്ടുള്ള രീതിക്ക് നമ്മൾ പർലിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പർലിൻസിൻ്റെ ടോപ്പിലായിട്ട് കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോമൺ റാഫ്റ്റേഴ്സിൻ്റെ പുറത്തായിട്ട് ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കോമൺ റാഫ്റ്റേഴ്സ് വന്ന് സിറ്റുവേറ്റ് ആവുന്ന ഈ ഒരു വാൾ പ്ലേറ്റിൻ്റെ അറ്റത്തായിരിക്കും നമ്മൾ വന്ന് സിറ്റുവേറ്റ് ആവുന്നത്. വാൾ പ്ലേറ്റിൻ്റെ അറ്റം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇങ്ങനെ ആ ഒരു കോമൺ റാഫ്റ്റർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനാണ് ഈവ്സ് പോർഷൻ എന്ന് പറയുന്നത്. ഈവ്സ് പോർഷനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഈവ്സ് ബോർഡ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ഒരു റെയിൻ വാട്ടറൊക്കെ വന്ന് കറക്റ്റായിട്ട് അതിങ്ങനെ വീണ് പോകാനായിട്ട് നമ്മൾ ഈവ്സ് ബോർഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പർലിൻസിൻ്റെ ടോപ്പിലായിട്ട് കോമൺ റാഫ്റ്റർ കൊടുക്കും. കോമൺ റാഫ്റ്റിൻ്റെ ടോപ്പിലായിട്ട് ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ബാറ്റൻസിൻ്റെയും ടോപ്പിലായിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, റൂഫ് കവറിങ് മെറ്റീരിയൽസ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്റ്റീൽ ആയിട്ടുള്ള ട്രസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റൂഫ് കവറിങ് മെറ്റീരിയലിനെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പർലിൻസ് ആയിരിക്കും. അതേസമയം വുഡൻ ആയിട്ടുള്ള ഒരു റൂഫാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വുഡൻ ട്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റൂഫാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു റൂഫ് കവറിങ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കോമൺ റാഫ്റ്റർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. നമുക്ക് ആ ടേംസുകൾ നോക്കാം. റിഡ്ജ് ലൈൻ, നമ്മുടെ ട്രസ്സിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് റിഡ്ജ് ലൈൻസ് എന്ന് പറയുന്നത്. റിഡ്ജ് ബോർഡ്, റിഡ്ജ് പോർഷനിൽ അല്ലെങ്കിൽ റിഡ്ജ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന ബോർഡാണ് റിഡ്ജ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ഗേബിൾ എന്ന് പറയുന്നുണ്ട്. പിച്ച്ഡ് റൂഫിൻ്റെ ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു പോർഷൻ ഫോം ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേബിൾ പോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹിപ്പ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ചോദിച്ചത് ഹിപ്പ് എന്ന് പറയുന്നത് രണ്ട് റൂഫ് സർഫസുകൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു സ്ലോപ്പിംഗ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് ഹിപ്പ് എന്ന് പറയുന്നത്. ഹിപ്പിൽ കൊടുക്കുന്ന റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, വാലി എന്ന് പറയുന്നത്. ഒരു റൂഫ് സർഫസിൽ മറ്റൊരു റൂഫ് വന്ന് അറ്റാച്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു പോർഷനാണ് വാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആ ഒരു ഫിഗേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടെംപ്ലേറ്റ്, ടെംപ്ലേറ്റിൻ്റെ പുറത്തായിട്ട് ട്രസ് ഇരിപ്പുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു വാൾ പ്ലേറ്റ് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റാണ് റിഡ്ജ്. റിഡ്ജിനെ കണക്ട് ചെയ്തുകൊണ്ട് റിഡ്ജ് ലൈൻ പോവും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ അതിൽ നമുക്കൊരു പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ടാവും. ഈ ട്രസ്സിൽ തന്നെ ഈ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റാഫ്റ്ററാണ് ഈ ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ പർലിൻസ് കൊടുക്കും. പർലിൻസിൻ്റെ ആ ഒരു സ്ലിപ്പിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ക്ലീറ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ടായിരിക്കും കോമൺ റാഫ്റ്റർ കൊടുക്കുന്നത്. കോമൺ റാഫ്റ്റിൻ്റെ ടോപ്പിലായിട്ടായിരിക്കും ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്റൻസിൻ്റെ ടോപ്പിലായിട്ടായിരിക്കും നമ്മൾ റൂഫ് കവറിങ് മെറ്റീരിയൽസ് കൊടുക്കുന്നത്. അപ്പോൾ റൂഫ് കവറിങ് മെറ്റീരിയൽസിൻ്റെ ഡയറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ബാറ്റൻസിൻ്റെ പുറത്താണെങ്കിലും അതിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കോമൺ റാഫ്റ്റർ ആണ്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇൻ ദ കേസ് ഓഫ് എ വുഡൻ ട്രസ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കോമൺ റാഫ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റീൽ ട്രസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റൂഫ് കവറിങ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പർലിൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഒന്ന് നോക്കുക, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ ട്രസ്. ട്രസ്സിൽ വരുന്ന ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലോങ്ങസ്റ്റ് മെമ്പേഴ്സ് ആണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. നെക്സ്റ്റ് വൺ കോമൺ റാഫ്റ്റർ, ഇന്റർമീഡിയറ്റ് റാഫ്റ്റേഴ്സ് എലോങ് വിത്ത് ദ സപ്പോർട്ട് ടു റൂഫ് കവറിങ്. റൂഫ് കവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റാഫ്റ്ററാണ് കോമൺ റാഫ്റ്റർ. ഹിപ്പ് റാഫ്റ്റർ, റാഫ്റ്റർ പ്രൊവൈഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് എ ടു റൂഫ് സ്ലോപ്പ്. രണ്ട് റൂഫ് സ്ലോപ്പ് വരുന്നിടത്ത് നമ്മൾ കൊടുക്കുന്നതാണ് ഹിപ്പ് റാഫ്റ്റർ. നെക്സ്റ്റ് വൺ ജാക്ക് റാഫ്റ്റർ, ചെറുതായിട്ട് ലെങ്ത് കുറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഹിപ്പ് റാഫ്റ്റിന്റെ ഏറ്റവും അറ്റത്തായിട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു റാഫ്റ്റേഴ്സിനെയാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. വാലി റാഫ്റ്റർ സ്ലോപ്പിംഗ് റാഫ്റ്റേഴ്സ് ആണ്, ഡയഗണലി റൺ ഫ്രം റിഡ്ജ് ടു ഈവ്സ്. അതായത് ഒരു റൂഫിൽ മറ്റൊരു റൂഫ് വന്ന് അറ്റാച്ച് ആകുമ്പോഴത്തേക്ക് ആ ഒരു പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന റാഫ്റ്റേഴ്സ് ആണ് വാലി റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ക്ലീറ്റ്, പർലിൻസിന്റെ സ്ലിപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ്. പർലിൻസ് അറിയാം വുഡൻ മെമ്പേഴ്സ് ആണ്. ഹൊറിസോണ്ടലി നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിനെ കോമൺ റാഫ്റ്റേഴ്സിനെ ക്യാരി ചെയ്യാനായിട്ട് പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിന്റെ പുറത്തായിട്ട് കൊടുക്കുന്നതിനെയാണ് പർലിൻസ് എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ്, വുഡൻ മെമ്പറോ സ്റ്റോൺ മെമ്പറോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ആ ഒരു ട്രസ്സിൽ നിന്ന് വരുന്ന ടോട്ടൽ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വാൾ പ്ലേറ്റ്, നമ്മുടെ കോമൺ റാഫ്റ്റിനെ റിസീവ് ചെയ്യാനായിട്ട് അതിലുള്ള ലോഡിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് വാൾ പ്ലേറ്റ്. അത് വാളിലൂടെ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വാളിലൂടെ ആ ഒരു ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈവ്സ് ബോർഡ്, നമ്മുടെ കോമൺ റാഫ്റ്ററിൽ നിന്ന് അതിന് നമുക്ക് താഴെ വാൾ പ്ലേറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം വാൾ പ്ലേറ്റിന് ബിയോണ്ട് ആയിട്ട് ബാക്കി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഈവ്സ് എന്ന് പറയുന്നത്. ഈവ്സിൻ്റെ അറ്റത്ത് കൊടുക്കുന്ന ബോർഡിനെയാണ് നമ്മൾ ഈവ്സ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബാർജ് ബോർഡ്, ഈ ഗേബിൾ ആയിട്ടുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ അവിടെ ഒരു ബോർഡ് കൊടുക്കാറുണ്ട്. ആ ഒരു അത്യാവശ്യം തിക്നെസ്സിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വുഡൻ പ്ലാങ്ക്സ് അല്ലെങ്കിൽ ബോർഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഗേബിൾ പോർഷൻ ബാർജ് ബോർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബാറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ റാഫ്റ്റിൻ്റെ ടോപ്പിലായിട്ട് റൂഫ് കവറിങ് മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ബാറ്റൻസിലായിരിക്കും. പിന്നെ ഒരു ഡ്രാഗൺ ബീം ഉണ്ട്. റാഫ്റ്റേഴ്സിനെ നമ്മൾ ജംഗ്ഷൻ ഓഫ് എ ടു റൂഫ് സ്ലോപ്പിൽ രണ്ട് ഡയഗണൽ പീസ് ഓഫ് ദ മെമ്പറായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീമാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്.
അതുപോലെ നെക്സ്റ്റ് വെർജ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. എഡ്ജ് ഓഫ് എ ഗേബിൾ റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ്. ഈവ്സിൻ്റെയും റിഡ്ജിൻ്റെയും ഇടയ്ക്കായിട്ട് ആ ഒരു എഡ്ജ് പോർഷനായിട്ട് നമ്മൾ ഗേബിളായിട്ട് കൊടുക്കുന്നതാണ് വെർജ് പോർഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്പാൻ. സ്പാൻ മീൻസ് നമുക്ക് അറിയാവുന്നതാണ്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സപ്പോർട്ടാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഫേസ് ബിറ്റ്വീൻ ദ ടു വാൾസ് അല്ലെങ്കിൽ സപ്പോർട്ട്, അതിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റൈസ് എന്താണെന്ന് നോക്കണം. വാൾ പ്ലേറ്റ് തൊട്ട് നമ്മുടെ റിഡ്ജിൻ്റെ ടോപ്പ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് എ പാനൽ വെർട്ടിക്കലി. നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദ വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് ദ പാനൽ വെർട്ടിക്കൽ. നമ്മുടെ പാനലിനെ വെർട്ടിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെയിൽസ്, മുള്ളിയൻസ്, ട്രാൻസ്ഫോംസ്, സ്റ്റൈൽസ്. അപ്പോൾ ഈ പേരുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ വെർട്ടിക്കൽ മെമ്പർ ടു ഡിവൈഡ് ദ പാനൽ വെർട്ടിക്കലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെർട്ടിക്കൽ മെമ്പറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പാനൽസിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് മുള്ളിയൻസ് എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോംസ് ആണ്. വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മുള്ളിയൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ടേംസുകൾ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഫ്രെയിംസിൻ്റെ പോർഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്രെയിംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോർസ് ആൻഡ് വിൻഡോസിൽ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. അതിൽ ഫ്രെയിംസിൻ്റെ ഏറ്റവും ഹെഡ് പോർഷൻ അല്ലെങ്കിൽ ടോപ്പ് പോർഷൻ ഓഫ് ദ ഫ്രെയിംസിനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെ ഫ്രെയിമിനെയാണ് ഹെഡ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും സില്ലെന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ഇന്നെ ഫ്രെയിമിനെയാണ് സില്ലെന്ന് പറയുന്നത്. ഫ്രെയിമിൽ വരുന്ന ഹൊറിസോണ്ടലായിട്ട് ബോട്ടം മോസ്റ്റ് മെമ്പറിനെയാണ് സില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹോൺ. ഹോൺ മീൻസ് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഡോറിൽ നിന്ന് അകത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിൽ നിന്ന് അകത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പോർഷൻ, പ്രൊജക്റ്റഡ് പോർഷനാണ് വാളിനകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പോർഷനാണ് ഹോൺ എന്ന് പറയുന്നത്. പിന്നെ ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്. ഈ ഒരു ഫ്രെയിമിന് വാളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് വേർട്ടിക്കലായിട്ട് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റീൽ ബാർസ് ആയിരിക്കും ഹോൾഡ് ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഡോറിൻ്റെ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് ആയിരിക്കും ഹോൾഡ് ഫാസ്റ്റ് കൊടുക്കുന്നത്. അതേസമയം വിൻഡോ ഫ്രെയിംസിൽ 4 എണ്ണം ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഈച്ച് സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോർസിൽ ഒരു സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ഹോൾഡ് ഫാസ്റ്റുകളുടെ എണ്ണം 3ഉം അതേസമയം വിൻഡോസിൽ ഒരു സൈഡിൽ കൊടുക്കുന്നത് 2 എണ്ണവും ആയിരിക്കും. ടോട്ടൽ നമ്പറിനെ ഡോർസ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് എ ഹോൾഡ് ഫാസ്റ്റ് യൂസിന് ഡോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ്. ഒരു സൈഡ് ഇനി ഈച്ച് സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആയിരിക്കും. അത് കറക്റ്റായിട്ടൊന്ന് ഓർമ്മിക്കാം. നെക്സ്റ്റ് വൺ പോസ്റ്റ് ആണ്. നമ്മുടെ ഫ്രെയിമിലെ വേർട്ടിക്കൽ മെമ്പറിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജാമ്പ്. ഈ പോസ്റ്റിൻ്റെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു ഫേസ് പോർഷൻ, അത് വെർട്ടിക്കൽ ഫേസ് ഓഫ് എ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. പോസ്റ്റും ജാമ്പും ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്ന ഷട്ടേഴ്സിലെ കുറച്ച് പോർഷൻസ് ആണ്. ഷട്ടേഴ്സിലെ വെർട്ടിക്കലായിട്ട് വരുന്ന മെമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൈൽസ്. അതുപോലെ തന്നെ ഈ ഷട്ടേഴ്സിലെ ടോപ്പ് റെയിൽസ് ഉണ്ട്. ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ടോപ്പ് റെയിൽസ്, ബോട്ടം മോസ്റ്റിനെയാണ് ബോട്ടം റെയിൽസ്. ലോക്ക് കൊടുക്കുന്ന ഭാഗങ്ങളിൽ കൊടുക്കുന്ന റെയിൽസിനെയാണ് ലോക്കിംഗ് റെയിൽസ് എന്ന് പറയുന്നത്. ടോപ്പിനും ലോക്ക് റെയിൽസിനും ഇടയ്ക്കായിട്ട് കൊടുക്കുന്നതിനാണ് ഫ്രീസ് റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ടോപ്പിനും ബോട്ടത്തിനും ഇടയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന റെയിൽസിനെയാണ് ഇൻ്റർമീഡിയറ്റ് റെയിൽസുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പാനൽസ് ഉണ്ട്. ഈ റെയിൽസുകളുടെ ഇടയിൽ നമുക്ക് എൻക്ലോസ് ചെയ്യേണ്ട ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് വരാറുണ്ട്. ആ പോർഷൻസിനെ കവർ ചെയ്യുന്നതിനാണ് നമ്മൾ പാനൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെ ഫുള്ളായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് വരുന്നതിനാണ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ഈ ഒരു ടേംസ് എന്ന് പറയുന്നത്. അടുത്ത അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസിനെ റിസീവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഈ ഒരു പോർഷനെ സാഷ് എന്നാണ് പറയുന്നത്. ഗ്ലാസ് യൂണിറ്റ് നമ്മൾ ഷട്ടേഴ്സിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് റിവീൽസ് ഉണ്ട്. റിവീൽസ് മീൻസ് വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു ജാമ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ജാമ്പിന് കുറച്ചിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ റിവീൽസ് എന്ന് പറയുന്നത്. ഓർണമെൻ്റൽ മൗൾഡിംഗ് ആയിട്ട് അതിൻ്റെ ടോപ്പ് സർഫസിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്രെയിംസിൻ്റെ ഓർണമെൻ്റലായിട്ട് നമ്മളൊരു മൗൾഡിംഗ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആർക്കി ട്രേവ് എന്ന് പറയും. നെക്സ്റ്റ് വൺ മുള്ളിയൻസ് ആൻഡ് ട്രാൻസ്ഫോംസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ ചോദിച്ചത്. മുള്ളിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ് വെർട്ടിക്കലി. നമ്മുടെ ആ ഒരു മെമ്പറിൻ്റെ ഫ്രെയിമിനെ അല്ലെങ്കിൽ ആ ഒരു ഷട്ടറിനെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് മുള്ളിയൻസ് എന്ന് പറയുന്നത്. അതേസമയം ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കിയോളാം. ജസ്റ്റ് ഇവിടുന്ന് ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഫ്രെയിം എന്ന് വിചാരിക്കുക. ഫ്രെയിമിലായാലും ഷട്ടേഴ്സിലായാലും
ട്രാൻസംസ് ആൻഡ് മുള്ളിയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ജസ്റ്റ് നമ്മൾ വിൻഡോസ് ഒക്കെ ഇങ്ങനെ അടയ്ക്കാനായിട്ട് ഇങ്ങനെ വെർട്ടിക്കലി ഒരു മെമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഈ മെമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? മുള്ളിയൻസ് എന്ന് പറയാം. അതേസമയം ഇവിടെ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നമ്മളൊരു ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര്, ഈ ഹാച്ച് ചെയ്ത് വിട്ടേക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ടെക്നിക്കൽ ടേംസ് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ലൂവേഴ്സ് ഉണ്ട്. ലൂവേഴ്സ് നമ്മൾ യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് പൊസിഷനായിട്ട് ഇതുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ലൂവേഴ്സ് എന്ന് പറഞ്ഞാൽ. യൂഷ്വലി നമ്മൾ ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്ലനേഷൻ 45 ഡിഗ്രി ഇൻക്ലനേഷനിലായിരിക്കും ലൂവേഴ്സ് കൊടുത്തു പോകുന്നത്. പിന്നെ അടുത്ത് റിബേറ്റ് ഉണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ഫ്രെയിമിൽ നമ്മളെ ഡോറിനെ റിസീവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഗ്രൂസിനെ പറയുന്ന പേരാണ് റിബേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രെയിമിൽ ഡോറിനെ അല്ലെങ്കിൽ ഷട്ടറിനെ റിസീവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ആർക്കിട്രേവ് ഓർണമെൻ്റൽ ആയിട്ടുള്ള മൗൾഡിങ് സ്ട്രിപ്പായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രിപ്പ് ഓഫ് വുഡായിട്ട് നമ്മൾ മൗൾഡഡ് പോർഷനായിട്ട് നമ്മൾ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ആർക്കിട്രേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ആർക്കിട്രേവിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആർക്കിട്രേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ചധികം ടോപ്പിക്സുകളെന്ന് പറയുന്നത്. നോക്കിയോളാം, ഇതാണ് ഫ്രെയിമിൽ നമുക്ക് ജാമ്പിൽ നിന്ന് നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കില്ല അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് റിവീൽസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പ് മൗൾഡിംഗ് ആയിട്ട് ഒരു ഫിനിഷിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ആർക്കിട്രേവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, വീഡിയോസ് കറക്റ്റായിട്ടൊന്ന് കണ്ടൊന്ന് മനസ്സിലാക്കുക, ടെക്നിക്കൽ ടേംസുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ LSTD ഗ്രേഡ് 3 എക്സാമിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് എക്സാംസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു നിമി ടെക്സ്റ്റ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്